മലയാളത്തിൽ നിന്ന് റിലീസായിട്ടുള്ള ഒരു ഒറിജിനൽ വെബ് സീരീസാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. C5 പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ വെബ് സീരീസാണ്. ഫസ്റ്റ് കമ്മട്ടം ഓണത്തിന് ഇറങ്ങിയതാണ്. ഒരു ഒന്നൊന്നര വെബ് സീരീസായിരുന്നു അത്. എൻ്റെ ചാനലിൽ കുറച്ചെങ്കിലും വ്യൂസ് നേടാൻ സഹായിച്ച വെബ് സീരീസാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിനോട് അതിഭീകര നന്ദി മാത്രമേ ഉള്ളൂ. അത്രയും മോശപ്പെട്ട സീരീസ് ആണെങ്കിൽ പോലും എനിക്ക് ഇന്നും നല്ലൊരു ഓർമ്മയിൽ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു സീരീസാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് പറയുന്നത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നെങ്കിൽ ഇത് ചുമ്മാ ഒന്ന് കണ്ടു നോക്ക്. അത് നിങ്ങൾക്ക് ഓക്കെ അല്ല എങ്കിൽ അതൊരു 99% ആൾക്കാർക്ക് ഓക്കെ അല്ലായിരിക്കും. അത് ഓക്കെ അല്ലാത്തൊരു ഇതിൻ്റെ പരിസരത്തോട്ടേ പോകണ്ട. കാരണം അത് വെറും കൂതറ, ഒന്നിനും കൊള്ളാത്ത സാധനമാണ്. അതിനേക്കാളും ഡബിൾ കൂതറ സാധനമാണ് ഇത്. അതുകൊണ്ട് ഇത് നമ്മളിത് ഒരു രൂപ പോലും മുടക്കാതെ ഇതിനെപ്പറ്റി ABCD അറിയാത്ത ഒരാൾ ഷൂട്ട് ചെയ്താൽ ഇതിലും നന്നായിട്ട് കിട്ടും എന്നുള്ള സാധനം ഉറപ്പാണ്. ശബരീഷ് ശർമ്മയൊക്കെ പൈസയ്ക്ക് വേണ്ടി ചെയ്താന്നുള്ളത് ഉറപ്പാണ്. അല്ലാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും സെൻസിന് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതായത് ഒരു സിനിമ സെൻസ് ചെയ്യാനുള്ള കഴിവില്ലായിരിക്കും. കാരണം പുള്ളിയൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നല്ല കോമഡി ആക്ടറാണ് പുള്ളിക്ക് കോമഡി റോളിലൂടെ ഈ അടുത്ത് പുള്ളി സാഹസത്തിലൂടെയും അങ്ങനെയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പം എന്തിന് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തു എന്നുള്ളത് ഒരു പിടുത്തമില്ല. നല്ല കോമാളിയും കൂടെ ചേർന്നിട്ട് ഇവർ കോമഡി ചെയ്തിട്ടാണെങ്കിൽ, കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്, നമുക്കത് കോമാളിത്തരങ്ങളായിട്ടാണ് തോന്നുന്നത്. പിന്നെ സെന്തിലുണ്ട്, അതുപോലെ തന്നെ ബാലാജി ശർമ്മയുണ്ട്, ശ്രീജിത്ത് രവിയുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കലാഭവൻ ഷാജു ഉണ്ട്. ഒരു കാര്യമില്ല ഇതിൽ നായിക പുള്ളിക്കാരി എവിടുന്ന് കുറ്റിയും പറിച്ച് വന്നാണെന്ന് ദൈവത്തിനറിയാം. അതായത് ആഡ് കണ്ടിട്ട് ഇവർ എടുത്തതാണോ? പുള്ളിക്കാരുടെ മേക്കപ്പൊക്കെ കാണുമ്പോൾ മലയാളം സീരിയലുകൾ വിട്ട് അത്ര ആർട്ടിഫിഷ്യാലിറ്റി പരിപാടികൾ. എന്നിട്ട് ഇത് ആരാണ് ഇതിൻ്റെ ഡയറക്ടർ? ഇതിൻ്റെ ഈ പൈസ കുറച്ച് കഴിവുള്ള ഒരാൾക്ക് കൊടുത്താൽ ഈ C5 ബോധമില്ലേ? ഇവരെന്ത് വെച്ചിട്ടാണ് ആൾക്കാരെ വർക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഈ പൈസ ചുമ്മാ, ഇതിലും നല്ലത് ഈ പൈസയൊക്കെ നമ്മൾ കടലിലോട്ട് എറിഞ്ഞു കളയുന്നതാണ്. അതായത് പ്രൊഡക്ഷൻ്റെ ഇതായി നമുക്ക് ഒരു രക്ഷയില്ല. പരിസരത്തോട്ടേ തിരിഞ്ഞു നോക്കണ്ട. ഒന്നിനും കൊള്ളാത്ത സീരീസാണ്. ഞാനിത് ഇറങ്ങി അന്ന് തന്നെ കണ്ടായിരുന്നു. കാരണം ഹൊറർ കോമഡിയാണ്. ട്രെയിലർ കണ്ടവർക്ക് ചിലപ്പോൾ രസം തോന്നിക്കാണും കാണാൻ. പക്ഷേ ഒന്നുമില്ല, ക്വാളിറ്റി ഇല്ലെന്ന് ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായി. കോമഡി വർക്കാവുമെന്നറിയാനാണ് കണ്ടത്. ഒന്നുമില്ല. ഭാഗ്യത്തിന് 2 മണിക്കൂർ 10 മിനിറ്റേ ഉള്ളൂ. 7 എപ്പിസോഡാണ്. 2 മണിക്കൂർ 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാണാൻ പറ്റി, പെട്ടെന്ന് തീർക്കാൻ പറ്റി. അതുകൊണ്ട് അതിനൊരു വലിയ നന്ദി. അല്ലാതെ ഒന്നുമില്ല. കമ്മട്ടം ഇതുപോലെ തന്നെ കുറച്ച് നേരമേ ഉള്ളൂ. ഇതുവരെ സിനിമയാക്കിയിട്ട് അത് വർക്കാവാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണോ? ഇപ്പം കമ്മട്ടം അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഷോർട്ട് ഫിലിം, ഒരു നിലവാരമില്ലാത്ത ഷോർട്ട് ഫിലിമായിട്ട് നമുക്ക് കണ്ട് തള്ളിക്കളയാവുന്ന സാധനമാണ് ഇത്. പക്ഷേ അങ്ങനെ നമുക്കിതിനെ ഫിലിം എന്നൊരു വാക്ക് ഇതിലൂടെ ചേർക്കാനേ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ചേർത്താൽ നമ്മൾ ഈ ലോകത്തിലെ സിനിമ കൾച്ചറിനോട് ചെയ്യുന്ന തെറ്റായി പോവും. അത്രയും മോശപ്പെട്ട ഒരു വർക്കാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്.